ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അലുചു അവയുടെ ആനുവൽ ഡേ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നിടുന്നത് കേട്ടോ. നമ്മളൊരു 3:00 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ആക്ച്വലി 3:00 നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. പക്ഷേ അലുചു അവയ്ക്ക് ക്യാരക്ടറിന് വന്നിട്ട് ഭയങ്കര മേക്കപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ. പിന്നെ ആൽവിക്കുട്ടന് എണീക്കാൻ ഒരുപാട് ലേറ്റായിരുന്നു. ആൽവിക്കുട്ടൻ എണീക്കാണ്ട് പോയി നമ്മൾ ഉറക്കം തെളിയാണ്ട് കൊണ്ടുപോയി പിന്നെ ഭയങ്കര പിണക്കമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ കാറിലൊക്കെ കയറി ആൽബിക്കുട്ടനും അലുചിയും കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഓരോരോ കോപ്രായങ്ങൾ ബാക്കിൽ നിന്ന് കാണിക്കുകയാണ്. ആൽബിക്കുട്ടനും പിന്നെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഫോണ് സെൽഫി ആയാലും ശരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അലുചി ആവുകയാണെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. വീട്ടിൽ നിന്ന് തന്നെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് വന്ന് നിൽക്കുവാണ്. ഫൈനലായിട്ടില്ല, കുറച്ചുകൂടി ചേഞ്ചസ് ഉണ്ട്. ഫൈനൽ കോസ്റ്റ്യൂംസ് അവർ ടീച്ചേഴ്സ് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് പ്രോഗ്രാം കേട്ടോ. അപ്പോൾ 5:30 പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ തിയേറ്ററിലോട്ട് പോവുകയാണ്. അവിടെ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ കുറേ ബ്രൗഷേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഫ്രണ്ട് ഗേറ്റിൽ വെച്ചിരിക്കുന്ന ബ്രൗഷർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്രൗഷറൊക്കെ അവർ വെച്ചിട്ടുണ്ട്. എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ അലുചു ബാവ ഫ്രണ്ട്സിനെയൊക്കെ നോക്കുന്നുണ്ട്. ഓരോ വെഹിക്കിൾസിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ആ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അലുചു ബാവ ഇറങ്ങി വരുന്നു. ഇതാണ് അലുചു ബാവയുടെ കോസ്റ്റ്യൂം കേട്ടോ. ഇതിൽ കുറച്ച് ചേഞ്ചസും മേക്കപ്പും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനലാവും. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ അലുചു ബാവയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിൻ്റെ പേര് ആരുഷി എന്നാണ് കേട്ടോ. ഫ്രണ്ടിനെ കണ്ടുകൊണ്ട് അലുചു ബാവ ഓടി ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതാണ് അലുചു ബാവയുടെ ഫ്രണ്ട് ആരുഷിക്കുട്ടി. അപ്പോൾ അങ്ങനെ ആരുഷിക്കുട്ടി അലുചു ബാവയെ കണ്ടിട്ട് ഇനി നമ്മൾ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് കൂടി മേക്കപ്പിനും കോസ്റ്റ്യൂമിനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുവാണ്. ഓരോ അനക്സിലെയും കുട്ടികളെ ടീച്ചേഴ്സ് വന്ന് വിളിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത് കേട്ടോ. 14 അനക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇന്ന് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വന്ന് ഓരോ ഹാളിൽ ഓരോ സൈഡായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഓരോ അനക്സുകാർക്ക്. അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സ് മിക്കവാറും ഇവരെ വന്ന് കൊണ്ടുപോകുന്ന അനു എന്ന് പറയുന്നൊരു മിസ്സായിരിക്കും. അലുചു ബാവയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സിൽ ഒരാളാണ് അനു മിസ് കേട്ടോ. പ്രീ KG അലുചു ബാവയെ കൊണ്ടാക്കുന്ന ടൈമിൽ ഞാൻ നമ്മുടെ ആൽവിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ അനു മിസ്സാണ് അലുചു ബാവയെ ടേക്ക് കെയർ ചെയ്തതൊക്കെ. അങ്ങനെ അലുചു ബാവയ്ക്ക് ഭയങ്കര മെൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മിസ്സാണ്. അത് അനു മിസ്സാണ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ഒരു റെഡ് സാരിയാണ് കേട്ടോ അനു മിസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അലുചു ബാവ ബൈബൈയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് മേക്കപ്പിനും ഫൈനൽ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഹനു മിസ് പറയുകയാണ് നമ്മുടെ അടുത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ വരണം, കുട്ടികളെ വന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് എൻട്രൻസിലേക്ക് പോയി. അവിടെ ഒരു ആർച്ചൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അകത്തേക്ക് പിന്നെ നമ്മൾ നേരെ ടാഗോർ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അത് നമ്മുടെ ആരുഷി ബാവയുടെ അനിയത്തി 3 മാസം ജസ്റ്റ് 3 months ആയതേ ഉള്ളൂ. അപ്പോൾ ബേബിക്ക് കൂടി കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ടോ നമ്മൾ നോക്കുവാണ്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ വലിയ റഷൊന്നും ഇല്ല, വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ബലൂൺസും കുറേ സ്റ്റിക്കേഴ്സൊക്കെ കണ്ട് ആൽവിക്കുട്ടൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ അലുചു ബാവ അകത്ത് മേക്കപ്പൊക്കെ നടക്കുവാണ്. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വന്ന് നമ്മളൊരു സൈഡിലായിട്ട് തന്നെ വന്ന് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ആൽവിക്കുട്ടൻ അപ്പോഴും വലിയ തിരക്കൊന്നും ആയിട്ടില്ല. ആൽവിക്കുട്ടൻ അങ്ങനെ ഇപ്പോൾ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഓരോന്നൊക്കെ കോപ്രായങ്ങളെ കാണിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടോ, ഇനി അവനെ ഞാൻ പറ്റിക്കുന്നതാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആൽവിക്കുട്ടൻ്റെ ഓരോരോ വികൃതികളും കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സ്റ്റേജിൽ കുറേ ടീച്ചേഴ്സൊക്കെ വന്ന് കുട്ടികൾക്ക് പൊസിഷൻസൊക്കെ അവർക്ക് പ്രോഗ്രാം പെർഫോം ചെയ്യേണ്ട പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു വെൽക്കം ഒക്കെ ഉണ്ടായിരുന്നു. ആ വെൽക്കംക്കുള്ള കുട്ടികളെയൊക്കെയാണ് ഫസ്റ്റ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ബോറടിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സും മിനറൽ വാട്ടറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ പഴംപൊരി ചൂടായിരുന്നു. ആൽവിക്കുട്ടനാണെങ്കിൽ പഴംപൊരി കണ്ടപ്പോൾ തിന്നോളാൻ വയ്യ. അങ്ങനെ ആൽവിക്കുട്ടന് പക്ഷേ അത് ഭയങ്കര ചൂട്, അങ്ങനെ അവൻ ചൂടാണെന്നൊക്കെ പറഞ്ഞ് ഓരോരോരോ വികൃതികളെ കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്ക് സൈഡിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത് എനിക്കറിയത്തില്ല. നമുക്ക് ആൽവിക്കുട്ടനെ അവരെയൊന്നും അറിയത്തില്ല, പക്ഷേ പെട്ടെന്ന് കമ്പനിയാവും കേട്ടോ. അങ്ങനെ ഓരോ വികൃതികളെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും എന്താ അടുത്ത് ഇതുപോലെ കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ പ്രോഗ്രാംസിന് സെറ്റ് ചെയ്യുകയാണ്. ഓരോരോ അറേഞ്ച്മെൻറ്റ്സും അവരുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പൊസിഷൻസും ഒക്കെ ഇതുപോലെ ടീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. നമ്മുടെ ചെമ്പകയുടെ ലോഗോ ഒക്കെ വീണു. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാവരും സീറ്റിലൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ഓരോ കുട്ടികളും ബാക്ക് സൈഡിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, അലുചു ബാവ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആരുഷി മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് ഇരുന്നു ജസ്റ്റ്. അപ്പോൾ അങ്ങനെ ആൽവിക്കുട്ടനും ആരുഷിക്കുട്ടിയും കൂടെ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു.
കാര്യമൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അരുഷിക്കുട്ടിയുടെ അടുത്ത് നമ്മുടെ ആൽവിക്കുട്ടൻ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് അല്ലുച്ചമാവേടെയൊക്കെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രയർ ഉണ്ടായിരുന്നു. പ്രയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രയറൊന്നും ഞങ്ങൾ എടുക്കാത്ത ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനെ വരുവാണെങ്കിലോ എന്ന് ഇട്ടിട്ട് ഞങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഭദ്രദീപം തെളിയിക്കുന്ന നമ്മുടെ 14 അനക്സിലെയും ടീച്ചേഴ്സ്, അതായത് പ്രിൻസിപ്പിൾസും നമ്മുടെ മെയിൻ പ്രിൻസിപ്പളൊക്കെ ചേർന്ന് ഭദ്രദീപമൊക്കെ തെളിയിക്കുന്നു. ബാക്കി ആ ടൈമിൽ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും പ്രയർ സോങ് പാടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രയർ സോങ് ആയിരുന്നു കേട്ടോ. പക്ഷേ നമുക്കതെന്തോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് പേടിച്ചിട്ടാണ് ഞങ്ങളത് ഒരു ഓഡിയോസും കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ അലുവച്ചിൻ്റെ പ്ലേ ആണെങ്കിൽ പോലും നിങ്ങളിലേക്ക് അത് എങ്ങനെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം നമ്മൾ വിത്ത് ഓഡിയോ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അല്ലുച്ചമാവേടത് മാത്രമല്ല ബാക്കി 13 അനക്സിലെങ്കിലും നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഞങ്ങൾ ഫുൾ പ്രോഗ്രാം കാണാൻ നിന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് റെനോവേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലിക്കാരൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം ഫുള്ള് കാണാൻ ഞങ്ങൾ നിന്നില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ മെയിൻ പ്രിൻസിപ്പൾ ഇവിടെ നമുക്ക് ചെറിയൊരു വെൽക്കം സ്പീച്ചൊക്കെ നടത്തി. അതിനുശേഷം നമ്മൾ 2 കുട്ടികൾ വന്നിട്ട് ഇതുപോലെ ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെമ്പകയുടെ സ്പെഷ്യാലിറ്റിയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരും ഒരു വെൽക്കമിങ് നടത്തിയിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൂജ ഡാൻസ് പോലെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിലും അവരുടെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. നല്ലൊരു പൂജ ഡാൻസായിരുന്നു. അപ്പോൾ ആ പൂജ ഡാൻസൊക്കെ കണ്ട് ഭാഗ്യത്തിന് ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ആൽവിക്കുട്ട ഉറങ്ങിയായിരുന്നു. വീണ്ടും കിടന്നുറങ്ങി. നേരത്തെ ഉറങ്ങി എണീറ്റാണ്. ഞങ്ങൾ കരുതി ഉറങ്ങത്തില്ലായിരുന്നു. അപ്പോൾ ഈ സൗണ്ടിൻ്റെയൊക്കെ ഇടയിലും ആൽവിക്കുട്ടൻ കിടന്ന് ഉറങ്ങിയോണ്ട് പ്രോഗ്രാംസൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ പൂജ ഡാൻസൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും അടുത്ത 2 ടീച്ചേഴ്സ് വന്ന് ആങ്കറിങ്ങിന് അവരുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. ഇത് അല്ലുച്ചിവാവെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സല്ല. അല്ലുച്ചിവാവയുടെ ലക്ഷ്മി ടീച്ചറും ആങ്കറിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ടീച്ചറിൻ്റെ ആങ്കറിങ്ങൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവരുടെ അനക്സ് 7ലാണ് അല്ലുച്ചിവാവ പഠിക്കുന്നത്. അവരുടെ പ്രോഗ്രാമിൻ്റെ ആങ്കറിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അവരുടെ പ്ലേയെ പറ്റി പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം അവരുടെ ഒരു ബിഹൈൻഡ് ദി സീൻ കാണിക്കും. അതായത് അവരവിടെ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബിഹൈൻഡ് ദി സീനൊക്കെ കാണിച്ചിട്ട് ശേഷമാണ് കുട്ടികളുടെ ഓരോരുത്തരായിട്ട് ഇൻവൈറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് നടക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങൾക്ക് വിതൗട്ട് ഓഡിയോ നിങ്ങൾ കാണുമ്പോൾ ആ പ്ലേ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആസ് എ ലൈവായിട്ട് നമുക്ക് കണ്ട ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഭയങ്കര അധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബിക്കോസ് അത് നമ്മുടെ കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഒരു കളർഫുള്ളായിട്ടുള്ള നല്ലൊരു പ്ലേ ആയിരുന്നു ഇപ്രാവശ്യം അവർ അറേഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ബിഹൈൻഡ് ദി സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് അവർ മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അല്ലുച്ചി അവിടെ റെക്കോർഡിങ്സൊക്കെ തന്നെ ഓൾറെഡി ഒരു 3-4 വീക്സിന് മുമ്പേ തന്നെ അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അവർക്കാർക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവോ അല്ലെങ്കിൽ അവർക്കൊരു ഫിയറോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അല്ലുവിൻ്റെ അടുത്ത് തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു, മക്കളെ എങ്ങനെ നിനക്ക് നല്ല കോൺഫിഡൻ്റ് ആണോ അല്ലെങ്കിൽ സെൻറ്റൻസ് എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലമ്മ എനിക്കെല്ലാം അറിയാം എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലേ തുടങ്ങി. പ്ലേയിലിപ്പോൾ ആദ്യമായിട്ട് ഓരോരോ കുട്ടികളായിട്ട് വന്ന് പെർഫോം ചെയ്യും. അപ്പോൾ അവരുടെ ഒരു സണ്ണിസൻ്റെ ഒരു സ്റ്റോറിയാണ് അവർ പറയുന്നത്, റെയിൻബോ വാലി. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു റെയിൻബോ തീമോട് കൂടി അവരുടെ എസ്പെഷ്യലി അവരുടെ ഡ്രസ്സ്, അവരുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോസ്റ്റ്യൂംസും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേയും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലുച്ചിവാവയ്ക്കൊരു 3 ഡയലോഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ കുട്ടികൾക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ വൈസ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ അവർക്ക് ഡയലോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നമ്മുടെ അനക്സിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി ഒരു കുറച്ച് അനക്സിലെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊരു അതായത് അവർക്ക് പെർഫോം ചെയ്യുന്ന സ്ഥലം എത്തുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അനക്സിലെ കുട്ടികൾക്ക് ആർക്കും തന്നെ ഒരു ഡൗട്ടും ഇല്ല. അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അവർക്ക് ജസ്റ്റ് ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും പെർഫെക്റ്റായിട്ട് എല്ലാ കുട്ടികളും, അല്ലുച്ചിവാവ് മാത്രമല്ല നമ്മുടെ അനക്സിലുള്ള എല്ലാ കുട്ടികളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ പ്രൗഡായിട്ട് തോന്നി. കാര്യം നമ്മളിപ്പോൾ വീട്ടിൽ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയും കേട്ടോ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഡയലോഗ്, പ്രൊനൗൺസിയേഷൻ എല്ലാം അവർ കറക്റ്റ് നല്ല രീതിയിൽ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്തു.
അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ആ പ്രോഗ്രാംസ് കണ്ടത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡാൻസ് പോലെ അല്ലല്ലോ, പ്ലേ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. നമുക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് കൈകാര്യം ചെയ്തതിൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡഡ് ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു ആക്ടിങ്ങിൽ അവർക്കതിൽ ഒരു മികവ് വരുത്തണമെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു ധാരണ, ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളിലും നമുക്ക് നല്ല രീതിയിൽ അവരവർക്ക് കൊടുത്തിരിക്കുന്ന ഭാഗം അവരവർ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു കേട്ടോ. കമ്പാരിറ്റീവ്ലി നമുക്ക് ഞങ്ങൾ കണ്ട പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അനക്സിന് കുറച്ചുകൂടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നി. ആ രീതിയിലുള്ളൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ അനക്സിലും നല്ല രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള ഡാൻസസ് ഒക്കെ പെർഫോം ചെയ്ത അനക്സും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്ലേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവരുടെ ഓരോരുത്തരുടെയും തീമൊക്കെ അനുസരിച്ച് ഓരോരുത്തരായിട്ട് വന്ന് നിന്ന് അവരുടെ ഡയലോഗ്സൊക്കെ ഇറക്കുകയാണ്. ഇത് നമുക്ക് ലൈവായിട്ട് വിത്ത് ഡയലോഗ് കാണുമ്പോൾ നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ആസ് എ ഓഡിയൻസ് ലൈവ് പെർഫോമൻസ് നമുക്ക് കണ്ടപ്പോൾ ആ പെർഫോമൻസിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവരുടെ ആ ഓരോരുത്തരുടെയും ഡയലോഗ് പ്രസൻറ്റേഷനും അവരുടെ ആക്ടിങ്ങും പിന്നെ ആപ്റ്റായിട്ടുള്ളൊരു കോസ്റ്റ്യൂമും ഇതെല്ലാം നമുക്ക് ലൈവ് കാണുമ്പോൾ ആസ് എ പാരൻറ്റ് നമ്മളെ മോളും അല്ലെങ്കിൽ നമ്മുടെ മോനും ഇതിനൊരു പാർട്ടിസിപ്പൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ പ്രൗഡായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളവിടെ നടത്തിയത് കേട്ടോ. ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഫ്ലോറ ദ ഫ്ലൈ ആയിട്ടാണ് നമ്മുടെ അലു ചിവാവ നിൽക്കുന്നത്. ഇപ്പോൾ ഡയലോഗ് പറയുന്ന ആളാണ് നമ്മുടെ അലു ചിവാവ കേട്ടോ. അപ്പോൾ നമ്മുടെ അലു ചിവാവ ഉൾപ്പെടെ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിലാണ് ആ ഒരു കുറച്ച് ടൈമിലുള്ള അവരുടെ ഒരു പെർഫോമൻസൊക്കെ നടത്തിയത്. പിന്നെ നമ്മുടെ ഈ ടൈമിൽ നമ്മുടെ ആൽബിക്കുട്ടനൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അലുച്ചി അവയ്ക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ ലാസ്റ്റ് ബൈ ബൈ പറയുന്നൊരു ടൈമിൽ നമ്മുടെ ആൽബിക്കുട്ടനും ഉണർന്നിട്ട് വീണ്ടും ആൾ ഉറക്കമായി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേയുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. എല്ലാ കുട്ടികളും പരസ്പരം നോക്കാതെയൊക്കെ തന്നെ അവർക്ക് കൊടുത്തേക്കുന്നത് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ലൈറ്റും സൗണ്ട്സും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. അവരുടെ പ്ലേക്ക് അവരുടെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് വെൽ അറേഞ്ച്മെൻ്റ് ആയിരുന്നു, അത് പറയേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ അങ്ങനെ അവരുടെ പ്ലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിന്നെ നമുക്ക് എനിക്ക് വീണ്ടും എടുത്ത് പറയുന്നതാണ് ഭയങ്കര ഒരു ഡിഫക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങളിലേക്ക് എനിക്ക് ആ പ്ലേ വിത്ത് ഓഡിയോ എനിക്ക് എത്തിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഫ്ലോറ ദ ഫ്ലൈ ആയിട്ടാണ് നമ്മുടെ അലു ചിവാവ നിൽക്കുന്നത്. നമ്മുടെ 4th ആണ് കേട്ടോ അലു ചിവാവ. ഇതിപ്പോൾ ലാസ്റ്റ് കുഞ്ഞുങ്ങളുടെ ലാസ്റ്റ് ഡയലോഗ്സാണ് കേട്ടോ. ഇതുകൂടി കഴിഞ്ഞതിന് ശേഷം അവർ ലാസ്റ്റായിട്ട് വന്നിട്ട് ഒരു താങ്ക്സ് അവരുടെ എല്ലാവരും വന്ന് ഒരു ജസ്റ്റ് ഒരു പെർഫോമൻസ് അവരുടെ ഒന്ന് താങ്ക്സ് കൂടി പറയുമ്പോഴത്തേക്കുമാണ് പിന്നെ അവരൊരു ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ പൊസിഷൻ. അപ്പോൾ നമ്മുടെ ഹോം ക്ലീനിങ്ങിനെ പറ്റിയും അങ്ങനെ നമ്മുടെ ഒരു വെൽനെസ്സിനെ പറ്റിയും നാച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു കേട്ടോ. ഇത് നല്ലൊരു പ്ലേ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാം പെർഫോം ചെയ്തത്. അതായത് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത് പ്ലേയുടെ. ഇനി നമ്മുടെ കുഞ്ഞു മക്കളെല്ലാവരും കൂടി തന്നെ ഓരോരുത്തരായിട്ട് വന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയും പിന്നെ അവർ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തതിന് ശേഷം അവർ നമുക്കൊരു ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടും കുറേ പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡൗട്ട് അടിച്ച് നിൽക്കുവാണ് ഇങ്ങനെ നിൽക്കണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആൽബിക്കുട്ടനെ എണീക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അലുചിവാ വന്നിട്ട് അലുചിവായ്ക്ക് പെർഫോമൻസൊക്കെ കാണണമെന്ന് പറയുവാണെങ്കിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുവാണ്. ഇന്ന് തീരുമാനമായില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് താങ്ക്സ് പറഞ്ഞിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഒരു നല്ല ഒരു പെർഫോമൻസ് കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി കൂടി ഒരു നല്ല പെർഫോമൻസിൻ്റെ ഭാഗമായി എന്നുള്ളൊരു സന്തോഷത്തിൽ ഭയങ്കര പ്രൗഡായിട്ടാണ് ഞങ്ങൾ ഈ ടൈമിലൊക്കെ ഇരുന്നത് കേട്ടോ. നമ്മളെ കൊച്ചിനെ കൊണ്ടും ഇങ്ങനെയൊക്കെ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ വളരെയധികം പ്രൗഡായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ ഫ്രണ്ട്സിൻ്റെയും പാരൻസും ഒക്കെ നമുക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു. അവരെല്ലാം ഭയങ്കര താങ്ക്ഫുൾ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഫ്ലോറ ദ ഫ്ലൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ആളാണ് ഒരു ഗ്രീൻ
ഗ്രീൻ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നതാണ് നമ്മുടെ അല്ലു ബാവ. അപ്പോൾ ഇത് അല്ലു ബാവയുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഡോഗിൻ്റെ ഒരു തീം വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഹോഴ്സും ഡോഗ് അങ്ങനെ അനിമൽസിൻ്റെ തീം വെച്ചിട്ടുള്ള എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളരെയധികം നമുക്ക് അട്രാക്ഷൻ തോന്നിയൊരു വേറൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു തിരുവാതിരയിൽ ആകെ ഒരു ഡിഫക്റ്റായിട്ട്, പിന്നെ അത് നമുക്ക് ഡിഫക്റ്റ് എന്ന് പറയാനൊക്കത്തില്ല, എന്നാലും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ആൺകുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു. അവർ ലാസ്റ്റ് വരെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ആകെയുള്ള നമുക്ക് ഇതൊരു തോന്നിയത് ആൺകുട്ടികൾക്ക് ആ ഒരു പെർഫോമൻസ്. പിന്നെ ഇതൊരു വെൽ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഗേൾസും ബോയ്സും എസ്പെഷ്യലി ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു കൊച്ചൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ അനക്സ് അല്ല, വേറൊരു അനക്സിൻ്റെ പെർഫോമൻസാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു അനക്സിലെ കൊച്ചു കുട്ടികളുടെ ഇതുപോലുള്ള നമ്മുടെ UKGയിലെ കുട്ടികളുടെ പെർഫോമൻസാണ് കേട്ടോ. അപ്പോൾ ഇതിലാകെപ്പാടെ വന്നതെന്ന് വെച്ചാൽ അവർക്ക് നിൽക്കുന്നതിൽ അവരുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആയിപ്പോയി. എല്ലാവരും സ്റ്റേജിൻ്റെ അങ്ങേ അറ്റത്തോട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ അതിൽ ടീച്ചേഴ്സൊക്കെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷേ പെർഫോമൻസ് വൈസ് ഇറ്റ് വാസ് വെരി ഗുഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അലുജി ബാബു ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്ന വീഡിയോ ഇതിൻ്റെ ഇടയിൽ കയറി വന്നു കേട്ടോ. അതാണ് ഈ വീഡിയോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് നിന്ന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി പറഞ്ഞു ആക്ച്വലി അലുജി ബാബു നമ്മളെ കണ്ടില്ല എന്ന് പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇതൊരു തെയ്യത്തിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ ഇന്നലെ വന്ന് ലൈവായിട്ട് കണ്ടവരാരും മറക്കാത്തൊരു തരം, അല്ലെങ്കിൽ ആ പെർഫോമൻസ് കൊള്ളായിരുന്നു എന്ന് പറയുന്നൊരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആയിരുന്നു ഈ തെയ്യത്തിൻ്റെ കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം നല്ല വൈബ്രൻ്റായിട്ട് നിന്ന് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതൊരു ബേബി ഗേളിൻ്റെ തീം വെച്ചിട്ട് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇത് ബേബി ഗേൾ ആയതുകൊണ്ട് എന്തുകൊണ്ട് അവർ ബ്ലൂ എടുത്തു എന്നൊരു ഡൗട്ട് വന്നു. എന്താണെന്നറിയത്തില്ല. എനിവേ പെർഫോമൻസ് വൈസ് ഇറ്റ് വാസ് വെരി നൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അലുജി ബാബു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നത്. നമ്മൾ സെൽഫി പോയിന്റിലേക്ക് പോയി അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫുട്ബോളിൽ പോവുകയാണ്. നമ്മുടെ എലിക്കുട്ടിയെ കണ്ടിട്ട് 24/7 അലുജി ബാബു പറയുന്ന അലുജി ബാബുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് കേട്ടോ എയിം. അപ്പോൾ എലിക്കുട്ടിയും കഴിഞ്ഞ് കണ്ടിട്ട് ഫുട്ബോളിലോട്ട് ഞങ്ങൾ പോയി പിന്നെ റോസ് ഒക്കെ മേടിച്ചു. കോട്ടൺ ക്യാൻഡി കഴിക്കാൻ അലുജി ബാബു ഓടിപ്പോയത്. പക്ഷേ അതവിടെ ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒരു സാഡ്നസ് അലുജി ബാബുടെ മുഖത്തുണ്ട്. എന്നാലും റോസ് മിൽക്കൊക്കെ കൊണ്ട് അലുജി ബാബു അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ അങ്ങനെ റെനോവേഷനൊക്കെ നടക്കുന്നു. ജോലിക്കാരെയൊക്കെ നിർത്തിയിട്ട് രാത്രി ജോലിക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ എങ്ങനെ നിന്നില്ല, ബാക്കി പെർഫോമൻസ് ഒന്നും കാണാനും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ ബൈ ബൈ.